ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു പുതിയ സംരംഭമാണ്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ U3A യൂണിവേഴ്സിറ്റി ഓഫ് തേർഡ് ഏജിന്റെ ഭാഗമായി കോട്ടയത്തെ U3Aയുടെ പാർട്ടായിട്ട് നമ്മളൊരു പ്രോഗ്രാം ചെയ്യുകയാണ്. അഡ്വക്കേറ്റ് സുനിൽകുമാർ സാറാണ് നമുക്ക് വേണ്ടി പ്രോഗ്രാം ചെയ്യുന്നത്. അദ്ദേഹം ജയിൽ ഡിപ്പാർട്ട്മെന്റിലെ വെൽഫെയർ ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തു. അതിനുശേഷം ജയിൽ റൂൾസ്, പ്രസന്റ് റൂൾസിന്റെ ഒക്കെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അതിന്റെ കമ്മിറ്റിയുടെ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി മെമ്പറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ സെമിനാറുകൾ, അതുപോലെ ജയിലുകളിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലെല്ലാം ക്ലാസ്സുകൾ എടുക്കുന്നു. കോട്ടയം ലോയേഴ്സിന്റെ ഒരു മെമ്പറാണ്, പാനൽ മെമ്പറാണ്. കെൽസയുടെ ഒരു സംഘാടകനാണ്, ക്ലാസ്സുകൾ എടുക്കുന്ന വ്യക്തിയാണ്. ഇങ്ങനെ പല രീതികളിൽ, പ്രത്യേകിച്ച് നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് വിക്ടിംസിനെ അഫക്റ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളെല്ലാം വളരെയധികം ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സുനിൽകുമാർ സാർ. കോട്ടയം സ്വദേശിയാണ്. U3Aയുടെ കുമാരനെല്ലൂർ യൂണിറ്റിന്റെ അംഗം കൂടിയാണ്. അപ്പൊ ഇന്ന് ലോസ് ഫോർ വിക്ടിംസ്, ഇരകൾക്ക് അനുകൂലമായ നീതികൾ അല്ലെങ്കിൽ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളോട് സംസാരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സുനിൽകുമാർ സാറിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സുനിൽകുമാർ സാർ, യു ആർ വെൽക്കം. താങ്ക് യു സർ. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന വിഷയം വിക്ടിം അതിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് വിക്ടിംസ് റൈറ്റ്സും അതിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ വിക്ടിംസ് എന്ന് നമ്മൾ പൊതുവെ കേൾക്കുമ്പോൾ നമ്മളിപ്പോ എൻഡോസൾഫാൻ വിക്ടിംസ്, അതുപോലെ ഫ്ലഡ്, അങ്ങനെ പല മേഖലകളിൽ വിക്ടിംസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള പല വളരെ വിശാലമായ ഒരു വിഷയമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ വിശാലമായ ഒരു വിഷയമാണ് ഈ വിക്ടിംസ് കുറിച്ചുള്ള കാര്യം. അപ്പൊ നമ്മൾ മലയാളത്തിൽ ഇതിന്റെ ഒരു മീനിങ് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇരയെന്നോ ബലിമൃഗം എന്നോ പീഡിതനെന്നോ അങ്ങനെ ദുഃഖിതനെന്നോ അങ്ങനെ പല വാക്കുകളും ഇരയെ കുറിച്ച് നമുക്ക് കേൾക്കാവുന്നതാണ്. വിക്ടിമൈസേഷൻ എന്ന ഒരു വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇരയാക്കൽ എന്നാണ്. അതിജീവിത എന്നുള്ള വാക്കും ജീവിത എന്നുള്ളത് ഒരു ഫീമെയിൽ വേർഷൻ ആയിട്ടാണ് നമ്മൾ മിക്കവാറും ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ ഇത് ആദ്യമായിട്ട് ഉപയോഗിച്ചത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഡൽഹി കൂട്ട ബലാത്സംഗ കേസിൽ ഒരു പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത വന്നതിൽ അതിലാണ് അതിജീവിത ഇങ്ങനെ. അപ്പൊ അതിജീവിത എന്ന അതല്ലെങ്കിൽ പേര് തന്നെ വേറെ ഏതെങ്കിലും പേരില് ഇങ്ങനെ ഒരു വാർത്തയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പരിപാടി തുടങ്ങിയത്. അപ്പൊ മഹാത്മാഗാന്ധി ഈ വിക്ടിമൈസേഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഏതൊരു സമൂഹത്തിന്റെയും യഥാർത്ഥ അളവ് അതിന്റെ ഏറ്റവും ദുർബലരായ അംഗങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും എന്നാണ്. അപ്പൊ ഇരയ്ക്ക് എപ്പോഴും ആവശ്യം നീതിയാണ്. നീതി, അത് ഇരകൾ ബലഹീനരാണ്. നമ്മൾ പൊതുവെ നോക്കിക്കഴിഞ്ഞാല് ഇരകൾ ഈ നീതി നിർവഹണത്തില് ഒരു കുറ്റവാളിക്കുള്ള എല്ലാവിധ പരിഗണന കിട്ടുന്നു എന്നുള്ളത് അർഹിക്കുന്നുണ്ടെങ്കിൽ പോലും കിട്ടുന്നു എന്നുള്ളത് നമ്മൾ ഇനിയും അതിനെക്കുറിച്ച് അതിന്റെ സമീപനത്തെ കുറിച്ച് മാറ്റം വരുത്തേണ്ടതിന്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ നീതി നിർവഹണ സംവിധാനം എല്ലാം അഡ്വൈസറൽ ജസ്റ്റിസ് സിസ്റ്റം എന്ന് പറയുന്നത് വിക്ടിംസിനെ കോൺസെൻട്രേറ്റ് ചെയ്തുള്ളത്, അല്ലെങ്കിൽ വിക്ടിംസിനാണ് ഒഫൻഡേഴ്സിനാണ് കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചു വരുന്നത്. അപ്പൊ ഇവിടെ വിക്ടിംസ് ഇരകളാണ്, അവരാണ് ഈ ബലഹീനരും കുറ്റവാളികൾ മിടുക്കരും ആകുമ്പോൾ നീതി പരാജയപ്പെടുന്നതിനുള്ള സാധ്യത കൂടുതലും ഇരകൾക്കാണ്. അപ്പം വളരെ അധികം മുറിവേറ്റ ഒരു വിഭാഗമായിട്ടാണ് നമ്മൾ ഇരകളെ കാണുന്നത്. അപ്പൊ അവർക്കേറ്റ മുറിവുകളെ മറികടക്കുവാൻ നമ്മൾ അനുഭാവപൂർവമായ സമീപനം നമുക്ക് ഉണ്ടാകേണ്ടതും അത് സമൂഹത്തിനും നീതിന്യായ വ്യവസ്ഥയ്ക്കും വളരെ ആവശ്യവുമാണ്. അപ്പൊ ഈ വിക്ടിംസ് അല്ലെങ്കിൽ വിക്ടിമോളജി എന്നൊക്കെ പറയുമ്പോൾ വളരെ പഴക്കമുള്ള ഒരു കൺസെപ്റ്റ് ആണെങ്കിൽ പോലും അതിന്റെ ഒരു ഒറിജിൻ അടുത്ത കാലത്ത് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് 1951 മാർജറി ഫ്രൈ എന്ന ഒരു ഇംഗ്ലീഷ്
പീനൽ പരിഷ്കർത്താവാണ് ഇതാദ്യമായിട്ട് ഇങ്ങനെ ഒരു തിയറി കൊണ്ടുവരുന്നത്. അത് 1963 ന്യൂസിലാൻഡ് എന്ന രാജ്യത്ത് നടപ്പിലാക്കുകയും ചെയ്തു. ഇത് പിന്നെ ഇന്ത്യയിലും വളരെ റീസെന്റ് ആയിട്ടാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചകളൊക്കെ നടക്കുന്നത്. എന്നാൽ നമ്മുടെ മനുസ്മൃതി അതുപോലെ ബാബിലോണിയൻ ഇതിലൊക്കെ പിന്നെ ഇരകൾക്കുള്ള പ്രാധാന്യം മുമ്പ് തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്ന് ഈ കോമ്പൻസേഷനെ കുറിച്ചൊക്കെ ഈ മനുസ്മൃതിയിലും മറ്റും പരാമർശങ്ങളുണ്ട്. 1970കളുടെ മധ്യത്തിലാണ് അമേരിക്കയിൽ ഇരകളുടെ സഹായത്തിനായി ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പ്രത്യേകിച്ച് ഇരകളുടെ പ്രശ്നങ്ങളിൽ ഇരയാകുന്ന കുട്ടികളെയും കുടുംബ പീഡനത്തിന് ഇരയാകുന്നവരെ സഹായിക്കുന്നതിന് സാമൂഹ്യ പ്രവർത്തകർ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഇരകളുടെ സേവന രംഗത്ത് അതിവിപുലമായ ഒരു സംവിധാനമുണ്ട്. വളരെയധികം പ്രൊഫഷണൽസ് ഇന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇര എന്ന് പറയുമ്പോൾ പല അർത്ഥങ്ങളും ഇര എന്നുള്ള ടേംസിനുണ്ട്. ഒന്ന്, കുറ്റകൃത്യത്തിന് ഇര, അതായത് ശാരീരികമോ സാമ്പത്തികമോ വൈകാരികമോ മുറിവേറ്റിട്ടുള്ള ഒരു വ്യക്തി. പിന്നെ ഉള്ളത് ജനറൽ വിക്ടിം, അതായത് പൊതുവായ ഏതെങ്കിലും അവകാശങ്ങളിൽ അല്ലെങ്കിൽ ക്ഷേമത്തിന് ഏറ്റ ക്ഷതങ്ങൾ. പിന്നെ വരുന്നത് അധികാര ദുർവിനിയോഗം കൊണ്ടുണ്ടാകുന്ന അതിന്റെ ഇരയാക്കപ്പെടുന്നവർ. പിന്നെ ഉള്ള ഒരു ടേംസ് ആണ് ഇരകളുടെ സഹായം. ഇരയ്ക്ക് വിവിധ തരത്തിലുള്ള സഹായങ്ങൾ നൽകിക്കൊണ്ടുള്ള ഇടപെടലുകൾ. പിന്നെ വരുന്നതാണ് ഈ വിക്ടിം ട്രോമ. പ്രത്യേകിച്ച് നമ്മൾ ഈ ബലാത്സംഗ കേസ് അല്ലെങ്കിൽ പോസ്കോ കേസുകളിലൊക്കെ ഈ പറയുന്ന ഇതിൽ വരുമ്പോൾ അവർക്ക് അനുഭവിക്കുന്ന മാനസിക വ്യതകളാണ് നമ്മൾ ഈ വിക്ടിംസ് ട്രോമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ആഘാതം ഉണ്ടാകുമ്പോൾ ആഘാത ബാധിതരായ ഇരകൾക്ക് അടിയന്തരമായ മാനസിക പരിചരണം നൽകുന്നതും ഈ ക്രൈസിസ് ഇന്റർവെൻഷൻ എന്ന രീതി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ഇരകളുടെ നഷ്ടപരിഹാരം. ഈ നഷ്ടപരിഹാരം നൽകുന്നത് ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ്. അതായത് നമ്മള് ഈ സോഷ്യൽ കോൺട്രാക്ട് തിയറിയിൽ പറയുന്നത് പോലെ സർക്കാരിലേക്ക് നമ്മൾ ടാക്സ് മറ്റും കൊടുക്കുമ്പോൾ തിരിച്ച് സർക്കാർ നമുക്ക് നമ്മളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം എന്നുള്ള ഒരു തിയറി ഉണ്ട്. അപ്പൊ അങ്ങനെ ഈ സോഷ്യൽ കോൺട്രാക്ട് തിയറിയിൽ നമ്മള് അനുവർത്തിച്ച് വരുന്ന ഇതനുസരിച്ച് ഓരോ പൗരനും അവന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന ഉത്തരവാദിത്വം സർക്കാരിനുള്ളത് കൊണ്ട് ഈ ഇരയാക്കപ്പെടുന്ന പബ്ലിക്കിന് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് നഷ്ടപരിഹാരം എന്നുള്ള ഒരു കോൺസെപ്റ്റ്, വിക്ടിം കോമ്പൻസേഷൻ, ഈ അടുത്ത കാലത്ത് വളരെയധികം ചർച്ചയിൽ വന്നിട്ടുള്ളതാണ്. അപ്പം ഈ ഇരകളെ സംബന്ധിച്ച് കേസ് ആദ്യമായി രജിസ്റ്റർ ചെയ്യുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ നമുക്ക് അതിന്റെ ഹയർ അതോറിറ്റിയെ സമീപിക്കാവുന്നതും, അപ്പം SP ഓഫീസിലോ അല്ലെങ്കിൽ DIG ഓഫീസിലോ DGP ഓഫീസിലോ ഒക്കെ ചെന്ന് നമുക്ക് ഇതിനുള്ള പരാതി നൽകാവുന്നതാണ്. ഇന്ത്യൻ ഭരണഘടന ഈ വിക്ടിം കോമ്പൻസേഷനെ കുറിച്ച് ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 39A, 41, 46, 51 എന്നിങ്ങനെ ഉള്ള സെക്ഷനുകളിൽ വളരെ വിശദമായി പറയുന്നു. ആർട്ടിക്കിൾ 39A പറയുന്ന ഫ്രീ ലീഗൽ എയ്ഡ് എന്ന് പറഞ്ഞാൽ സൗജന്യ നിയമസഹായം ഇന്ന് ബലഹീനരും അതുപോലെ തന്നെ ഇരകളാകപ്പെട്ടിട്ടുള്ളവർക്കും വളരെ പ്രയോജനപ്പെട്ട ഒന്നാണ്. അപ്പൊ ഇത് നൽകുന്നത് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയും അത് ജില്ലാ തലത്തില് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയും അങ്ങനെ ആ ഹൈറാർക്കി പ്രകാരമാണ്. ദേശീയ തലത്തിലാണെങ്കിൽ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി ഇന്ന് പ്രവർത്തിച്ചു വരുന്നുണ്ട്. അപ്പൊ ഇതിനെ സംബന്ധിച്ച് വിക്ടിം കോമ്പൻസേഷൻ സംബന്ധിച്ച ഒരു UN ഡിക്ലറേഷൻ വരുന്നത് 1985-ലാണ്. കുറ്റകൃത്യങ്ങൾക്കും അധികാര ദുർവിനിയോഗത്തിനും ഇരയായവർക്കുള്ള നീതിയുടെ അടിസ്ഥാന തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ UN പ്രഖ്യാപനം വന്നത്. അപ്പൊ ഈ UN പ്രഖ്യാപനത്തിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, ക്രിമിനൽ നടപടികളിൽ പങ്കെടുക്കാനുള്ള അവകാശം ഇരകൾക്കുണ്ടെന്ന്. അപ്പൊ അതിന്റെ വിചാരണ, ശിക്ഷാവിധി, കുറ്റവാളികളുടെ പരോള്, ഹിയറിംഗ് എന്നീ മേഖലകളിൽ ഈ നടപടിക്രമങ്ങളിൽ ഇരയ്ക്ക് പങ്കെടുക്കാം.
പിന്നെ ഇരയ്ക്കുള്ള ഒരു അവകാശം എന്ന് പറഞ്ഞാൽ നഷ്ടപരിഹാരത്തിനുള്ള അവകാശം. പിന്നെ പറയുന്നത് ഈ കേൾക്കുവാനുള്ള അവകാശം. അതായത് ഇരയുടെ ഭാഗം കേട്ട് മാത്രമേ ഒരു കേസിൽ ഫൈനൽ തീരുമാനം അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് എടുക്കാവൂ. അപ്പൊ അവർക്കുള്ള സാമ്പത്തികം, ശാരീരികവും മാനസികവും വൈകാരികവുമായ ആഘാതങ്ങൾ ഇവയൊക്കെ കേൾക്കണമെന്നുള്ളതാണ്. ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ വിവിധ നടപടിക്രമങ്ങൾ അത് ഈ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ കുറ്റവാളികളെ ശിക്ഷയുടെ ഭാഗമായി ഇരയ്ക്ക് നഷ്ടം കണക്കാക്കി കോടതി അവരിൽ നിന്ന് പിടിച്ചെടുക്കാറുണ്ട്. ചിലപ്പം ശിക്ഷിച്ച ഉടൻ തന്നെ അത് അടയ്ക്കാൻ പറയും, അല്ലെങ്കിൽ അവര് റിലീസ് ആകുന്നതിന് മുമ്പ് ഒരു എമൗണ്ട് കോമ്പൻസേഷൻ ആയിട്ട് കൊടുത്താൽ മാത്രമേ അവർക്ക് ജയിലിൽ നിന്ന് മോചിതനാകാൻ പറ്റുള്ളൂ. അങ്ങനെയും വരുന്നുണ്ട്. അതുപോലെ ക്രിമിനൽ പ്രോസിക്യൂഷനിൽ തെളിവായി മുന്നോട്ട് ആവശ്യമില്ലാത്തപ്പോൾ പിടിച്ചെടുത്ത സ്വത്ത് ഉടമയ്ക്ക് തിരികെ ലഭിക്കുന്നതിനും ഈ UN ഡിക്ലറേഷനിൽ പറയുന്ന ഒരു പോയിന്റാണ്. അതുപോലെ ഈ വിചാരണകൾ വേഗത്തിലാകും. ഇരകൾ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ കുട്ടികളും ദുർബലരും ആയിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് പരിഗണന നൽകി കേസ് വേഗം തീർപ്പിക്കുക. അപ്പോൾ ഇപ്പൊ നമ്മള് ജുഡീഷ്യറിയിലൊക്കെ കാണുന്നത് പോസ്കോ കേസുകളിലൊക്കെ കുട്ടികളെ ബന്ധപ്പെട്ട് വരുന്ന കേസുകളിൽ സ്പെഷ്യൽ കോടതികൾ സ്ഥാപിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കേസുകൾ സ്പീഡിലാക്കുന്നതിനുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. അതുകൂടാതെ മറ്റൊന്നാണ് സ്വകാര്യതയ്ക്കുള്ള അവകാശം. അപ്പോൾ ഈ സ്വകാര്യത സംരക്ഷിക്കുന്നതാണ് പലപ്പോഴും നമ്മൾ മാധ്യമങ്ങളിൽ ഇരകളുടെ പേര് അവര് എഴുതാതെ അതിജീവിത എന്നോ അല്ലെങ്കിൽ സർവൈവർ എന്നോ എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ട് പത്രമാധ്യമങ്ങളിലൊക്കെ ഇരകളെ സംബന്ധിച്ച് ഇങ്ങനെ എഴുതി വരുന്നു. മാത്രമല്ല അവരുടെ ഫോൺ നമ്പര്, പേര്, വിലാസം ഇവ സ്വകാര്യമായി സംരക്ഷിക്കുന്നതിന് അവകാശമുണ്ട്. ഇവയൊന്നും ഫോട്ടോ ഉൾപ്പെടെ പബ്ലിക് ഡൊമിനിയനിൽ പ്രദർശിപ്പിക്കുന്നത് വിലക്കിയിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് അവരുടെ പേരിൽ കേസെടുക്കുന്നതിന് നിയമം അനുവദിക്കുന്നുണ്ട്. അപ്പൊ ക്രിമിനൽ നടപടിക്രമം 1973 CRPC-യില് ഈ വിക്ടിം കോമ്പൻസേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ സെക്ഷൻ 2WA ഇങ്ങനെയാണ് പറയുന്നത്: കുറ്റാരോപിതരായ വ്യക്തിയുടെ പ്രവൃത്തി മൂലമോ വീഴ്ച മൂലമോ നഷ്ടമോ പരിക്കോ ഉണ്ടായ വ്യക്തിയാണ് ഇര. കുറ്റകൃത്യത്തിന്റെ ആഘാതം നേരിട്ട് അനുഭവിച്ച പ്രധാന ഇരയെ മാത്രമല്ല, പ്രധാന ഇരയിലൂടെ ദുരിതം അനുഭവിക്കുന്ന ആളുകളെയും ഇരയുടെ ഗണത്തിൽ പെടുത്താവുന്നതാണ്. അതിനാൽ ശാരീരികമോ മാനസികമോ ആയ മുറിവുകൾ, വൈകാരിക ക്ലേശങ്ങൾ, സാമ്പത്തിക നഷ്ടം, മൗലിക അവകാശങ്ങളുടെ ലംഘനം എന്നിവ അനുഭവിച്ച വ്യക്തിയാണ് ഇര എന്ന് നമുക്ക് പറയുവാൻ കഴിയും. അപ്പൊ ഇവരുടെ കേസ് നടത്തുന്നതിന് CRPC സെക്ഷൻ 24 പ്രകാരം പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കാം. അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് ചില കേസുകളിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ സർക്കാർ നിയമിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ പോസ്കോ കേസുകളിൽ പിന്നെ വിവാദമായ തൂങ്ങിമരണം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചു. അങ്ങനെ വിവാദം ആയിട്ടുള്ള കേസുകളിൽ ഇരകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നടപ്പിലാക്കുന്നത്. കൂടാതെ ഇപ്പം കോടതിയെ സഹായിക്കുന്നതിന് ഒരു അഭിഭാഷകനെയും വേണമെങ്കിൽ അനുവദിക്കാവുന്നതാണ്. അതുപോലെയാണ് മറ്റൊരു കാര്യം, ഈ FIR സംബന്ധിച്ചുള്ള കാര്യം. അത് ഇരയ്ക്ക് FIR കേസ് പിന്നെ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇരയ്ക്ക് അതിന്റെ ഒരു കോപ്പി നൽകണം എന്ന നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. പിന്നെ ഇരകളെ സംബന്ധിച്ച് സക്കീരി വാസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP-യിൽ വളരെ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് ഇരകളുടെ അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിലവിലുള്ള CRPC നിയമപ്രകാരമുള്ള അവകാശങ്ങളും അതിനുപരിയായിട്ട് ഇപ്പം ഒരു പരാതി നിരസിച്ചാൽ അത് പോലീസ് സൂപ്രണ്ടിന് അപേക്ഷ നൽകി അതിനുള്ള പരിഹാരം കാണുക, കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ശരിയായ അന്വേഷണം നടത്തിയില്ലെങ്കിലോ അതിനുള്ള നടപടിയും സ്വീകരിക്കുന്നതിനും CRPC പ്രത്യേക വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഇത് CRPC-യിലെ തന്നെ ഒരു വ്യവസ്ഥ സെക്ഷൻ 160 അപ്പൊ സ്ത്രീകളോടും 18 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളോടും 65 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരോടും ശാരീരികമോ മാനസികമോ വൈകല്യമുള്ളവരോടും അവരുടെ താമസ സ്ഥലം ഒഴികെയുള്ള മറ്റു സ്ഥലങ്ങളിൽ വെച്ച് മൊഴിയെടുക്കുവാൻ പാടുള്ളതല്ല.
എന്നാൽ ഈ സ്ത്രീകളും അതുപോലെ കുട്ടികളും ആണ് ഈ ഇരയാക്കപ്പെടുന്നത് എങ്കിൽ അവര് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മൊഴിയെടുക്കണം നിന്ന് നിർബന്ധിക്കാൻ പാടില്ല. അത് CRPC 160 ഒഴിവാക്കിയിട്ടുണ്ട്. അഥവാ വിളിച്ചു വരുത്താൻ പോലീസ് ഉദ്യോഗസ്ഥൻ അങ്ങനെ ആഗ്രഹിക്കുന്നെങ്കിൽ, അതിൽ മറ്റ് നിവൃത്തി ഇല്ലെങ്കിൽ അതിനുള്ള ചെലവും സെക്ഷൻ 162 പ്രകാരം നൽകേണ്ടതാണ്. സെക്ഷൻ 302 പ്രകാരം പ്രോസിക്യൂഷൻ നടത്തുന്ന ഏതൊരു വ്യക്തിക്കും വ്യക്തിപരമായി ഒരു പ്ലീഡറെ വയ്ക്കാവുന്നതാണ്. സെക്ഷൻ 311 CRPC പ്രകാരം കേസിന്റെ ന്യായമായ തീരുമാനത്തിന് തെളിവുകൾ ആവശ്യമെന്ന് കണ്ടാൽ സാക്ഷിയെ വിളിച്ചു വരുത്തുന്നതിനും കോടതിക്ക് വീണ്ടും വിസ്തരിക്കുന്നതിനും അധികാരമുണ്ട്. 312 CRPC പ്രകാരം ക്രിമിനൽ കേസുകളിൽ സാക്ഷിയായ പരാതിക്കാരനോ കോടതിയിൽ ഹാജരാക്കുന്നവർക്കും ന്യായമായ ചെലവുകൾ സർക്കാർ ഭാഗത്തു നിന്നും നൽകുന്നതാണ്. പിന്നെ വരുന്നത് CRPC 327 ആണ്. അതായത് ബലാത്സംഗ കേസുകൾ. ബലാത്സംഗം അതിനോടനുബന്ധിച്ച കേസുകളിൽ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് നടത്താവുന്നതാണ്. ഇൻ ക്യാമറ എന്ന് പറയുമ്പോൾ ജുഡീഷ്യൽ ഓഫീസറും ബന്ധപ്പെട്ട വക്കീലും പ്രതിയും വേണമെങ്കിൽ പ്രതിഭാഗം വക്കീലോ അല്ലെങ്കിൽ പിന്നെ അവരുടെ ആൾക്കാർക്കോ വളരെ പരിമിതമായി ഹാജരാക്കിക്കൊണ്ട് നടത്തുന്ന ഒരു തെളിവെടുപ്പാണ്, രഹസ്യമായ വിചാരണയാണ് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ബലാത്സംഗ കേസിലും പോക്സോ കേസിലും നമ്മുടെ ജില്ലാ കോടതികളിൽ നടന്നു വരുന്നുണ്ട്. പിന്നെ നമ്മളെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് സെക്ഷൻ 357. അതായത് നഷ്ടപരിഹാരം നൽകുന്നതിന് ഉള്ള ഒരു വ്യവസ്ഥയാണിത്. 357A 2009 ഈ ഒരു പ്രത്യേക വകുപ്പ് ആഡ് ചെയ്യുകയും ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റിനെയും ഇരയ്ക്ക് അയാളുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരത്തിന്റെ ആവശ്യത്തിലേക്ക് ഒരു സ്കീം ഫണ്ട് തയ്യാറാക്കുന്നതിന് സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ വിക്ടിം കോമ്പൻസേഷൻ സ്കീം അല്ലെങ്കിൽ വിക്ടിം കോമ്പൻസേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. ഇത് കോടതി നഷ്ടപരിഹാരത്തിനായി ശുപാർശ ചെയ്യുന്നിടത്ത് സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റിയോ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയോ ഇതിനുള്ള തുക നൽകുന്നതാണ്. ഇതിന് പ്രത്യേക ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. അപ്പം ലീഗൽ സർവീസ് അതോറിറ്റിക്ക് ഇതിനുള്ള ഫണ്ട് കിട്ടുന്നത് പ്രധാനമായിട്ടും കോടതി ഫീസുകൾ ചുമത്തിയ അതിൽ പ്രത്യേകം പറയുന്നുണ്ട് വിക്ടിം കോമ്പൻസേഷൻ ഫണ്ടിനുള്ള തുക. അതിൽ നിന്നാണ് ഇത് ധാരാളം ഫണ്ട് ഇപ്പം ഈ സർക്കാരിന്റെ ഇതിൽ ചെലവാകാതെ കിടക്കുന്നുണ്ട്. അപ്പൊ കേസുകളിൽ വിട്ടയക്കുന്നതിനോ ഡിസ്ചാർജ് ചെയ്യുന്നതിനോ കുറ്റത്തിനിരയായ ആൾ പുനരധിവസിപ്പിക്കപ്പെടേണ്ടി വരികയും ചെയ്താൽ അതിനും CRPC 357(3) പ്രകാരം വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് ഈ മനുഷ്യക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഭീഷണി, വഞ്ചന, അങ്ങനെ തട്ടിക്കൊണ്ടു പോകല്, ഇങ്ങനെ അവയവങ്ങൾ നീക്കം ചെയ്യുക, ഇങ്ങനെയുള്ള കേസുകളിലും മനുഷ്യക്കടത്തിലും പെട്ടവർക്ക് പ്രത്യേക പരാമർശം IPC 370 ഉണ്ട്. അതുപോലെ തന്നെ വിവാഹിതരായ സ്ത്രീയോട് ഭർത്താവ് ക്രൂരമായി പെരുമാറിയാൽ IPC 498A പ്രകാരം നടപടി, ഇരയുടെ പരാതിയെ തുടർന്ന് നടപടി സ്വീകരിക്കാവുന്നതാണ്. അപ്പൊ അതിന് ഡൊമസ്റ്റിക് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊട്ടക്ഷൻ ഓഫീസേഴ്സ് ഉണ്ട്. ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിൽ വരുന്ന പ്രൊട്ടക്ഷൻ ഓർഡർ കോടതികൾ പുറപ്പെടുവിക്കാറുണ്ട്. അത് മജിസ്ട്രേറ്റ് കോടതിക്ക് പ്രത്യേക അധികാരമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇരകളുടെ അവകാശങ്ങളെ കുറിച്ച് പറയുമ്പോൾ മറ്റൊന്ന് പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ ബില്ലാണ്. ഇത് 1989 പാസ്സായതാണ്. അതുപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഗാർഹിക പീഡന നിയമം 2005 നിലവിൽ വന്നതാണ്. പിന്നെ മുതിർന്ന പൗരന്മാരുടെ കേസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ മാതാപിതാക്കൾ മുതിർന്ന പൗരന്മാരുടെ പരിപാലനവും ക്ഷേമവും നിയമം 2007 ആണ്. അപ്പൊ ഇങ്ങനെ വരുന്നതിൽ മെയിൻ്റനൻസ് അലവൻസ് നൽകാൻ RDO ആണ് ഇതിന്റെ ഉത്തരവാദി. RDO ഇതിന് പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിക്കുന്നതാണ്. മുതിർന്ന പൗരന്മാർക്കുള്ള ഒരു പ്രത്യേക ആനുകൂല്യം കൂടിയാണ് ഇത്. മറ്റൊരു പ്രധാനപ്പെട്ട നിയമമാണ് പോസ്കോ ആക്ട്. ഈ
കൂടുതലും ഇപ്പൊ നമ്മള് പത്രങ്ങളിലും മറ്റും ഈ കുറ്റകൃത്യങ്ങളെ കുറിച്ച് വാർത്തകൾ നമ്മൾ വായിക്കാറുണ്ട്. അപ്പൊ പോസ്കോ ആക്ടിലെ പ്രധാനപ്പെട്ട ഒന്നാണ് സെക്ഷൻ 19. അതായത് ഇരയായ കുട്ടിക്ക് സംരക്ഷണവും പരിചരണവും ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ട ഉടനടി അതിനുള്ള ക്രമീകരണം ചെയ്യണമെന്നും കുട്ടിയെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റണമെന്നും പറയുന്നുണ്ട്. പിന്നെ ഉള്ളതാണ് സെക്ഷൻ 23 പ്രകാരം കുട്ടിയുടെ പേര്, മേൽവിലാസം, ഫോട്ടോ, കുടുംബ വിവരങ്ങൾ, സ്കൂൾ, അയൽപക്കം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിശദാംശങ്ങൾ ഒന്നും തന്നെ മാധ്യമങ്ങൾക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്നതിന് പാടില്ല. സെക്ഷൻ 24 പ്രകാരം ഇരയുടെ കുട്ടിയുടെ മൊഴി പ്രത്യേകിച്ച് വനിതാ സബ് ഇൻസ്പെക്ടറാണ് എടുക്കേണ്ടത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അവരുടെ അഭാവത്തിൽ പ്രത്യേക കോടതിയുടെ അനുമതിയോടെ മാത്രമേ മറ്റ് ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇവരുടെ മൊഴിയെടുക്കാനാവും. അതുപോലെ തന്നെ സെക്ഷൻ 25 പോസ്കോ ആക്ട് പ്രകാരം ഇരയായ കുട്ടിക്ക് മജിസ്ട്രേറ്റിന് മുമ്പാകെ മൊഴി കൊടുക്കുവാൻ അവകാശമുണ്ട്. 25(4) എഴുതി കൊടുക്കുന്നതിനോടൊപ്പം ഓഡിയോ, വീഡിയോ, ഇലക്ട്രോണിക്സ് രീതിയിലും കോടതിക്ക് നൽകാം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇരകളെ സംബന്ധിച്ച് ഇവരുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ ഒരു കാരണവശാലും മറ്റ് എതിർ പ്രതികളുടെ സാന്നിധ്യം ഉണ്ടാവാൻ പാടില്ല. അത്രയും ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് രഹസ്യമായി വേണമെങ്കിൽ രക്ഷകർത്താക്കളുടെയും കുട്ടികളുടെയും സാന്നിധ്യത്തിൽ അവരുടെ മൊഴി എടുക്കാവുന്നതാണ്. സെക്ഷൻ 33(8) പ്രകാരം ഉചിതമായ കേസുകളിൽ കോടതി ശിക്ഷയ്ക്ക് പുറമെ ശാരീരികവും മാനസികവുമായ കുട്ടിക്ക് ഏറ്റ ആഘാതത്തിന് നഷ്ടപരിഹാരം അനുവദിക്കുന്നതിനും വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോടതിയിൽ ഒരു ശിശു സൗഹൃദ അന്തരീക്ഷം ഉണ്ടായിരിക്കണം എന്നാണ്. അതായത് മൊഴി നൽകുവാൻ കുട്ടിയെ ആവർത്തിച്ച് കോടതിയിൽ വിളിക്കാൻ പാടില്ല. വിചാരണ വേളയിൽ എല്ലാ സമയത്തും ഇരയായ കുട്ടിയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കണം. മാത്രമല്ല, ഇരയ്ക്ക് എന്തെങ്കിലും പറയാനുള്ളത് ഇരയുടെ വക്കീലായ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിക്ക് എഴുതി കൊടുക്കുകയും കോടതിക്ക് അത് എതിർ കക്ഷിയോട് ചോദിച്ച് അതിനുള്ള മറുപടി എഴുതി മേടിക്കാവുന്നതുമാണ്. മറ്റൊരു നിയമമാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2015. അതില് സെക്ഷൻ 75 ഒരു കുട്ടിയുടെ യഥാർത്ഥ ഉത്തരവാദിത്തമോ നിയന്ത്രണമോ ഉള്ളവർ കുട്ടിക്ക് അനാവശ്യമായ മാനസിക ശാരീരിക സംഘർഷാവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ സെക്ഷൻ 75 ഭിക്ഷാടനത്തിനായി ഏതെങ്കിലും കുട്ടിയെ ഉപയോഗിക്കുന്നോ അല്ലെങ്കിൽ പ്രേരിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന് 5 വർഷം വരെ ശിക്ഷ കൊടുക്കുന്നതിനും ഈ ജേജ് ആക്ട് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് ലഹരി, മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ വിൽപ്പന നടത്തുന്നതിന് കുട്ടിയെ ഉപയോഗിച്ചാൽ അതിന് 7 വർഷം വരെ ശിക്ഷ കൊടുക്കും. അതും ഇരകൾക്ക് ഉള്ള സംരക്ഷണം ഉറപ്പു നൽകുന്നതാണ്. അത് സെക്ഷൻ 77 ആണ്. പിന്നെ ഉള്ളത് സെക്ഷൻ 79 അത് ഈ ജേജ് ആക്ടിലാണ്. ഒരു കുട്ടിയെ ജോലിയുടെ ആവശ്യത്തിനായി ഉപയോഗിക്കുകയോ അതിന് അടിമത്തത്തിൽ നിലനിർത്തുകയോ ചെയ്തു കഴിഞ്ഞാലും ശിക്ഷയുണ്ട്. അത് 5 വർഷം വരെയുള്ള കഠിന ശിക്ഷയാണ്. പിന്നെ ഉള്ളത് സെക്ഷൻ 81 ഏതെങ്കിലും ആവശ്യത്തിന് കുട്ടിയെ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നതും ശിക്ഷാർഹമാണ്. പിന്നെ സെക്ഷൻ 82 പ്രകാരം ശിശു സംരക്ഷണ സ്ഥാപനത്തിന്റെ ചുമതല ഉള്ളതോ ജോലി ചെയ്യുന്നതോ ആയ ഏതൊരു വ്യക്തിയും കുട്ടിയെ ശിക്ഷയ്ക്ക് വിധേയമാക്കിയാൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോടതി നടപടികൾ സ്വീകരിക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി ചില വ്യവസ്ഥകൾ നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് പ്രകാരം എല്ലാ പോലീസ് സ്റ്റേഷനിലും സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പ്രത്യേക ഡെസ്ക് സ്ഥാപിക്കണം. കുട്ടികൾക്കുള്ള കേസുകൾ അന്വേഷണം നടത്തി ചാർജ് ഷീറ്റ് 3 മാസത്തിനകം സമർപ്പിക്കണം. കൗൺസിലിംഗ്, സാമൂഹ്യ നിരീക്ഷണം എന്നിവ നടപ്പിലാക്കുക. ബലാത്സംഗ കേസിൽ ത്വരിത അന്വേഷണം നടത്തുക. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയാൽ ഉടനെ കൈപ്പറ്റി രസീത് കൊടുക്കുക. കോടതിയുടെ ദൈനംദിന നടപടികൾ ഈ കോർട്ട് സംവിധാനത്തിൽ ലഭ്യമാക്കുക. അതിപ്പം പൊതുവെ ഇപ്പം നമ്മുടെ കോടതികളെല്ലാം ഓൺലൈനിൽ വഴി ഈ കേസിന്റെ വിവരം എല്ലാ പരാതിക്കാർക്കും അഡ്വക്കേറ്റ്സിനും ഒക്കെ നൽകുന്നുണ്ട്. ചുരുക്കത്തിൽ
ഇരകൾക്കും അതിജീവിതർക്കും ആവശ്യമായ നിയമ നടപടികൾ അവരെ ബോധവൽക്കരിക്കുകയും നാം അതിനുള്ള സഹായം ചെയ്തു കൊടുക്കേണ്ടതുമാണ്. അവർക്കേറ്റ മുറിവുകൾ മറികടക്കാൻ ഏവർക്കും അതിജീവിതകളോടും അനുഭാവപൂർണമായ സമീപനം നമ്മൾ വളർത്തിയെടുക്കേണ്ടതുമാണ്. ഇത് സമൂഹത്തിന്റെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതവുമാണ്. ഇത് ഈ കുറ്റകൃത്യങ്ങളായിട്ടുള്ളവർക്ക് ഹെൽപ്പ് ലൈൻ ഉണ്ട്. അത് ജില്ലാ നിയമസേവന അതോറിറ്റി, ശിശു വികസന ഓഫീസ്, വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസ്, സാന്ത്വനം, സഖി, സ്നേഹിത, മഹിളാ മന്ദിരം, ഹെൽപ്പ് ലൈൻ 1091, പിങ്ക് പോലീസ് 1515, പോലീസ് 112 എന്നിങ്ങനെയാണ്. അപ്പം എൻ്റെ ഈ ചെറിയ വിഷയ അവതരണം ഞാൻ ഇവിടെ നിർത്തുകയാണ്. സാബു സാറിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു സാർ. തീർച്ചയായിട്ടും പൊതുജനത്തിന്, പ്രത്യേകിച്ച് ഇരകൾ എന്ന് പറയുന്ന നീതിയുടെ വിവക്ഷയ്ക്ക് വേണ്ടെന്ന കുറേ കാര്യങ്ങളെ സാർ പറഞ്ഞു. ഇരകൾക്ക് വേണ്ടത് നീതിയാണ്. അപ്പൊ ആ നീതി നടപ്പാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനുള്ള സംവിധാനങ്ങളെ കുറിച്ചാണ് പ്രധാനമായും സാറ് ഇവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ ഇരകൾക്കുള്ള കോമ്പൻസേഷൻ, വിക്ടിം കോമ്പൻസേഷനും എങ്ങനെ അത് കൃത്യമായി അവരിൽ എത്തിക്കാം എന്നുള്ള കാര്യങ്ങൾ. പിന്നെ പ്രധാനമായിട്ടും ഇങ്ങനെ സംഭവിക്കുന്ന ഇരയ്ക്ക് എന്തൊക്കെയാണ് അവകാശങ്ങൾ, അവർക്ക് പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ആ ട്രയലിൽ ചേർന്ന് പങ്കെടുത്ത കാര്യങ്ങൾ മനസ്സിലാക്കാം. അതുപോലെ നഷ്ടപരിഹാരത്തിനുള്ള അവകാശം, അതുപോലെ തന്നെ ഇര പറയുന്നത് കേൾക്കാനുള്ള അവകാശം, അതുപോലെ സ്വകാര്യത സൂക്ഷിക്കുവാനുള്ള അവകാശം. ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ ആ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട ഒത്തിരി വിവരങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഇത്രമാത്രം ആശങ്ക ഉണ്ടാക്കുന്ന ചില സാഹചര്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ FIR-ന്റെ കോപ്പി കൃത്യമായിട്ട് ലഭിക്കാനുള്ള സംവിധാനങ്ങൾ, അതുപോലെ SC/ST അവർക്ക് അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ പ്രത്യേകമായിട്ട് ലഭിക്കാനുള്ള സംവിധാനങ്ങൾ, മുതിർന്ന പൗരന്മാർക്ക് വേണ്ടത്, അതുപോലെ തന്നെ പോക്സോ കേസുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ, പിന്നെ ഇവർക്ക് വേണ്ട ബോധവൽക്കരണം അത് ലഭിക്കാനുള്ള ഒത്തിരി സംവിധാനങ്ങളെ കുറിച്ച് സാർ പറഞ്ഞു. ശിശു വികസന ഓഫീസ്, സ്ത്രീ സംരക്ഷണ ഓഫീസ്, ഇവർക്കെല്ലാം ഹെൽപ്പ് ലൈനുകളുണ്ട്. സ്വാതന്ത്ര്യം, സതി, ഇങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ പിങ്ക് പോലീസ് 1515 എന്ന് പറയുന്ന നമ്പറിൽ അതിന്റെ സേവനങ്ങൾ നമുക്ക് ലഭിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പോലീസിന്റെ 112-ലും ഈ സംവിധാനങ്ങളെല്ലാം സൗകര്യം. ഒരു വിക്ടിം എന്ന് പറയുന്ന ആ ഒരു സാഹചര്യത്തിൽ ആരാണെങ്കിലും ആ വ്യക്തി വേണ്ട എല്ലാവിധ നിയമസേവനങ്ങളും ലഭിക്കാനുള്ള ഒരു സിസ്റ്റം നമ്മുടെ മുമ്പിലുണ്ട്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ആധികാരികമായിട്ട് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്തുകൊണ്ട് ചോദിക്കാം. അപ്പൊ ഞാൻ സുൽസാനോട് ചോദിക്കുന്നത്, ഈ ബോധവൽക്കരണം എന്ന് പറയുമ്പം വേറെ ലീഗൽ സർവീസ് അതോറിറ്റി പോലുള്ള സ്ഥാപനങ്ങളിലൂടെയൊക്കെ ഇങ്ങനെയുള്ള ബോധവൽക്കരണങ്ങൾ നടക്കാറുണ്ടെന്ന് തോന്നുന്നു അല്ലെ? ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി ഇതിലേക്ക് അവർക്ക് അതിന് പ്രത്യേകിച്ച് ഇതിനുള്ള ഫണ്ടും അലോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ പിന്നെ പ്രിസൺസിലുണ്ട്, അതുപോലെ കമ്മ്യൂണിറ്റി ലെവലില് കുടുംബശ്രീ ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവരുമായി, പിന്നെ അതുപോലെ കോർപ്പറേഷനിൽ അവർക്ക് ചെയ്യാവുന്നതാണ്. സ്റ്റുഡൻസ് പോലീസ് അവർക്ക് അവയർനെസ് കൊടുക്കുക, ഇങ്ങനെ ഉള്ള ചിൽഡ്രൻസ് ഹോമിലെ പോയിട്ട് അവരെ ക്ലാസ് എടുക്കുന്നു. അപ്പൊ ഇതിനൊക്കെ ഇവരുടെ ഇതിലുണ്ട്. പിന്നെ നമ്മുടെ പ്രൊബേഷൻ വകുപ്പ് ഇതിന് നല്ല റോളുണ്ട്. അത് ഈ പ്രൊബേഷനിൽ വിടുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പ്രൊബേഷൻ ഓഫീസേഴ്സിന് നല്ല റോളുണ്ട് ഇതിൽ. അവരെ ഈ കമ്മ്യൂണിറ്റി കറക്ഷൻ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് തേർഡ് ഏജ്, പ്രായം 55-60 വയസ്സ് അങ്ങനെ പ്രായമുള്ളവർക്ക് വേണ്ടി കണ്ടിന്യൂസ് എഡ്യൂക്കേഷന് വേണ്ടി അവരെപ്പോഴും ഡൈനാമിക് ആയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് U3A ഭാഗമായി പല യൂണിറ്റുകളുണ്ട്. അങ്ങനെ കോട്ടയത്തുള്ള 3-4 യൂണിറ്റുകൾ ചേർന്ന് നടത്തുന്ന കോട്ടയം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. U3A പ്രവർത്തനങ്ങളെ കുറിച്ച് ജോസഫ് ഉരുള സാറ് നമ്മളോട് സംസാരിക്കും. ജോസഫ് സാർ. വീഡിയോ കാണാമോ? കാണാം സാർ.
കാണാം. എന്നെ കാണാൻ പറ്റുന്നില്ല. കാണാം. ഞാൻ മൊബൈൽ ഓക്കെ. സുഹൃത്തുക്കളെ, സ്നേഹിതരെ, നമ്മുടെ ഇന്നത്തെ U3 കോട്ടയം എന്ന് പറഞ്ഞ പേരിൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് ഓൺലൈൻ പോർട്ടലിൽ ഇന്ന് സാറിൻ്റെ അധ്യക്ഷതയിൽ അഡ്വക്കേറ്റ് സുനിൽ സാറ് ചെയ്ത പ്രഭാഷണത്തിന് വളരെ നന്ദി. ഇതിനോടകം നമ്മൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെറിയ പ്രോഗ്രാമൊക്കെ നമ്മൾ മനസ്സിൽ കണ്ടിട്ടുണ്ട്. പിന്നെ കോട്ടയത്തെ ഏതാനും U3കൾ ഇനി കൂടുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ കണ്ടിന്യൂ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് ഇപ്പൊ ആദ്യമേ നമ്മൾ അനുഭവ സമ്പത്ത് കുട്ടികൾക്ക് പകരണമെന്നാണ് നമ്മളുടെ ഒരു ചെറിയ തീരുമാനം. കാരണം നമ്മൾ മാത്രം പോരല്ലോ നമ്മുടെ അറിവുകൾ. അപ്പം ഫസ്റ്റ് ജനറേഷനും തേർഡ് ജനറേഷനും നമ്മൾ ഒരുമിച്ച് ഒരു ലിങ്ക് ചെയ്തുള്ള പ്രോഗ്രാം, ഒരു ബ്രിഡ്ജ് പ്രോഗ്രാമായിട്ട് ഇതിന്റെ ഭാഗമായിട്ട് ചില പ്രോഗ്രാമുകളൊക്കെ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ പെർമിഷനും അതിന്റെ അപ്രൂവലൊക്കെ കിട്ടാനായിട്ട് BC കാണാനായിട്ട് ഉടനെ ഉദ്ദേശിക്കുന്നു. പിന്നെ അതിന്റെ നന്ദി എന്നോണം 3 ഓൺലൈൻ മീറ്റിങ്ങുകളും ഒരു ഓഫ്ലൈൻ മീറ്റിങ്ങും നമ്മൾ കൂടി ഇതിനോടകം. അപ്പോൾ ചില കോട്ടയത്തെ ഏതാനും യൂണിറ്റുകളുടെ സാന്നിധ്യവും സഹകരണവും പ്രോമിസ് ചെയ്തിട്ടുണ്ട് ഇതിനോടകം. അപ്പൊ അത് നല്ലൊരു വെൽക്കം സ്റ്റാർട്ടാണ്. പിന്നെയുള്ളത് നമുക്ക് ഇനിയും നമ്മൾ തന്നെ റിസോഴ്സ് പേഴ്സണായി പ്രവർത്തിക്കുക. പിന്നെ കഴിയുന്നിടത്തോളം നമ്മളുടെ റിസോഴ്സുകളും റിസോഴ്സ് പേഴ്സണലും നമ്മൾ തന്നെയാണ്. അപ്പൊ അതിനെ ഉപകരിക്കുന്ന രീതിയിൽ പ്രദാനം ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ തുടർ പഠനത്തിന്റെ ഭാഗമായിട്ട്, തുടർ അറിവ് പങ്കുവെക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്നു. പിന്നെ 2024 ജൂൺ 1 മുതൽ 2025 മെയ് 31 വരെയുള്ള ഒരു ഡ്രാഫ്റ്റ് പ്ലാൻ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു, എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പോകുന്നു എന്നത് കഴിഞ്ഞ വർഷത്തെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വാട്ട് വി ഹാവ് ഡൺ ലാസ്റ്റ് ഇയർ ആൻഡ് വാട്ട് യു ആർ ഗോയിങ് ടു ഡു ഫോർത്ത് കമ്മിങ് ഇയർ എന്നുള്ള നമ്മളൊരു ജൂൺ 1, 2025 മുതൽ മെയ് 31, 2025 വരെയുള്ള ഒരു ചെറിയ ഒരു സ്കെഡ്യൂൾ, ഒരു ഡ്രാഫ്റ്റ് പ്ലാന് BCയുടെ മുന്നിൽ വെക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഉടനെയുള്ള നമ്മുടെ പ്രോഗ്രാം. ഇപ്പം ഇതിനെ ഞാൻ ബാബുരാജ് സാറിനെയും ടോണി സാറിനെയും ക്ഷണിച്ചപ്പം അവര് അതിനകത്ത് കയറിയിട്ടുണ്ട്. പക്ഷേ ബാബു സാറ് തംസപ്പ് അടിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പം ബിസി ആണെങ്കിൽ ഇത് റെക്കോർഡഡ് സെഷനാണ്, നിങ്ങൾക്ക് കയറാമെന്ന് 2 പേരോടും പറഞ്ഞിട്ടുണ്ട്. അവര് ഇതിനകത്ത് അത് മേക്ക് യൂസ് ചെയ്തോളും. കാര്യം അവർ അതിൻ്റെതായിട്ടുള്ള പരസ്യങ്ങളും പ്രചാരണം കൊടുത്തോളും. അങ്ങനെ വേറെല്ലാം പറയണ്ടോ സാറേ? ഓക്കെ സാർ, താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. നമ്മൾ പറഞ്ഞ പോലെ MG യൂണിവേഴ്സിറ്റിയുടെ പ്രായമുള്ളവരെ പ്രായമാകാതിരിക്കാൻ വേണ്ടി മുന്നോട്ട് നയിക്കുന്ന ആ ഒരു മഹാപ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസം പ്രോഗ്രാം വരുന്നത്. അപ്പൊ അതില് സുനിൽ സാറ് ലോ ഓഫീസറാണ്, വെൽഫെയർ ഓഫീസറാണ്, ജയിൽ ഡിപ്പാർട്ട്മെന്റ്. സുനിൽ സാറ് ഉണ്ടോ ഇവിടെ? സുനിൽ സാറ് ഒന്ന് പരിചയപ്പെടുത്തും. സാറൊന്ന് പരിചയപ്പെടുത്തും സാറിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ. ഞാൻ 1994 തൊട്ട് ജയിൽ ഡിപ്പാർട്ട്മെന്റിൽ ആദ്യം യൂണിഫോം സർവീസിലായിരുന്നു. അത് കഴിഞ്ഞ് 2005 വെൽഫെയർ ഓഫീസറായിട്ട് ട്രാൻസ്ഫർ സർവീസിൽ ജോയിൻ ചെയ്തു. 27 വർഷം ജയിൽ സർവീസ് ഉണ്ടായിരുന്നു. അപ്പൊ പ്രധാനമായിട്ട് കേരളത്തിലെ എല്ലാ ടൈപ്പ് ജയിൽ സ്ഥാപനങ്ങളിലും വനിതാ ജയിൽ ഒഴിച്ച് ഞാൻ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു നല്ല അനുഭവമായിരുന്നു ജയിൽ ലൈഫ്, അല്ലെങ്കിൽ ജയിലിലെ ഈ അന്തേവാസികളുമായിട്ടുള്ള ഒരു ജീവിതം. അവിടെ ഈ നല്ല മനുഷ്യരും ഉണ്ട്, അവര് മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. ചിലര് നല്ല പുസ്തകം വായനക്കാരാണ്. കേരളത്തിലെ ജയിലുകളിൽ ഒരു 10,000-15,000 പുസ്തകങ്ങൾ മിക്കവാറും എല്ലാ നല്ല ജയിൽ സ്ഥാപനങ്ങളിലും ഉണ്ട്. നല്ലൊരു ലൈബ്രറി ഉണ്ട്. അതുപോലെ തന്നെ ഇന്നിപ്പം ജയില് പല പുതിയ മേഖലകളിൽ കൈവച്ചിട്ടുണ്ട്. ഭക്ഷണം, കാറ്ററിംഗ് സർവീസ്, അതുപോലെ തന്നെ പെട്രോൾ പമ്പ് ജയിലുകളിലുണ്ട്. അപ്പം ഈ റബ്ബറിന്റെ പ്രോസസ്സിങ് നടത്തുന്നുണ്ട്. അതുപോലെ ഇൻഡസ്ട്രീസ് ഉണ്ട് ചില പ്രധാനപ്പെട്ട ജയിലുകളിൽ. അങ്ങനെ പല മേഖലകളിലും ഇന്ന് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്.
അപ്പം ഇവര് എഴുതിയ ചില ആത്മകഥകൾ അടുത്ത കാലത്തൊക്കെ പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ജയിൽ വകുപ്പിന് നല്ലൊരു ഭാവി ഉണ്ട്. നമ്മൾ ഈ ജയിലില് നമ്മൾ പുറത്തു നിന്ന് കാണുന്നത് പോലെയല്ല, അകത്ത് ഉള്ള ഒരു നല്ല സ്വഭാവത്തിലുള്ള ചിലരെങ്കിലും ഉണ്ട്. ഈ പ്രത്യേകിച്ച് ഈ കാഷ്വൽ ഒഫൻഡേഴ്സ് എന്ന് പറയും, ഒരു കൊലപാതക കുറ്റകൃത്യങ്ങളിൽ പെട്ടവരാണ്. ഒരിക്കൽ കുറ്റകൃത്യങ്ങൾ പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവർ തിരിച്ച് ജയിലിൽ വരുന്നില്ല. ഒരു സ്റ്റഡിയല്ല, ഒരു റിപ്പോർട്ട് അനുസരിച്ച് 2011 നമ്മൾ വിട്ട 200-200ഓളം പ്രതികളുടെ ഒരു 10-20 പേര് മാത്രമേ എന്തെങ്കിലും ചെറിയ കേസുകളിൽ പെട്ടിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഇപ്പൊ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ജയിൽ ലൈഫ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് അനുഭവിക്കുന്നവർക്ക് മനസ്സിലാവും. ഇപ്പം നമ്മള് ഇപ്പം പറയാറുണ്ട്, ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ. അപ്പൊ അതുപോലെയാണ് ജയിൽ ലൈഫ്. ഇപ്പൊ നമ്മൾ പറയും ശനിയാഴ്ചയോളം മട്ടൻ കൊടുക്കുന്നുണ്ട്, തിങ്കളും ബുധനും മത്സ്യം കൊടുക്കുന്നുണ്ട്. ഇതൊന്നും നമ്മൾ പബ്ലിക്കിന് ചിലപ്പോൾ ഒരുപക്ഷെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാലും ഒരു സ്വാതന്ത്ര്യം എന്നുള്ളത് അത് അസ്വാതന്ത്ര്യം അനുഭവിച്ചവർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു മേഖലയിൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ റിസ്ക് ആണ്. തീർച്ചയായിട്ടും അതിന് നമ്മളെ പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇനി വരുന്നവരും വളരെയധികം മുമ്പോട്ട് പോയിട്ടുണ്ട്, ഇനിയും മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് പറയാനുള്ളത്. നമ്മള് പഴയ ഇരുണ്ട യുഗങ്ങളിൽ നിന്നും മാറി നല്ല ഒരു പുതിയ ഒരു പ്രത്യാശയുടെ ലോകത്തിലേക്കാണ് ഈ ജയിൽ വകുപ്പ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആത്മാഭിമാനത്തോടെ പറയാൻ കഴിയും. ഒരിക്കൽ കൂടി എന്റെ വാക്കുകൾക്ക് ശ്രമിച്ചതിന് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. സാറേ, ഈ കോവിഡ് കാലത്ത് ജയിൽ ഡിപ്പാർട്ട്മെന്റുമായിട്ട് പ്രത്യേകിച്ച് കോട്ടയത്ത് ഞാൻ 1000-ലധികം മാസ്കുകൾ വാങ്ങിച്ചിട്ടുണ്ട്. അവർ തയ്ച്ച മാസ്കുകൾ ഉപയോഗിച്ച്. അത് ഞാൻ പറയാൻ പറ്റുമോ, ഈ കോവിഡ് കാലത്ത് ഈ കേരളത്തിലെ ഇത്രയും മാസ്കിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നടത്തുന്നത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലായിരുന്നു. ആദ്യമായിട്ട് അത് പിന്നെ അവിടുത്തെ അന്തേവാസികള്, അതുപോലെ തന്നെ ഈ ഫ്ലഡിന്റെ കാലത്ത് നമ്മള് ഈ പലയിടത്തും ഫുഡ് എത്തിച്ചിട്ടുണ്ട്. ഈ ജയിലിൽ നിന്നുള്ള ചപ്പാത്തി, അതായത് വേറെ പുറത്തൊരു സംവിധാനം ഇല്ല. അപ്പൊ ഇങ്ങനെ ഈ ടൈംലി ഇന്റർവെൻഷൻ നടത്തുന്നതിൽ അന്ന് ഇഷ്രാജ് സിംഗ് സാറിന്റെ ഒക്കെ ശ്രമം ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഒരു ഹൈടെക് അപ്രോച്ച് ആണ് അല്ലെ, ഒരു ഹൈടെക് അപ്രോച്ച് എന്ന് വേണമെങ്കിൽ പറയാം. അതെ. അതും പിന്നെ അതുമല്ല ഈ ഇന്ദ്രൻസ് ഒക്കെ അന്ന് ഈ സെൻട്രൽ ജയിലിൽ വിസിറ്റ് ചെയ്തു ഈ ഇതിന്റെ മാസ്ക് നിർമ്മാണ യൂണിറ്റ് ഒക്കെ സന്ദർശിച്ചു. എന്നൊക്കെ വലിയ വാർത്ത പ്രാധാന്യം നേടിയ ഒരു വിഷയമായിരുന്നു. ഒത്തിരി മാസ്കുകൾ വാങ്ങിച്ചിട്ടുണ്ട് ഇവിടുത്തെ കോട്ടയം ജയിലിൽ നിന്ന്. സർവീസുകൾ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനും അത് ഇവിടുന്ന് കോട്ടയത്ത് നിന്ന് ഞാൻ എന്റെ പേഴ്സണൽ ആവശ്യത്തിന് മേടിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാറിപ്പം പറഞ്ഞതുപോലുള്ള കാര്യങ്ങള് പല ക്രൈസിസിലും ഒരു ഇന്റർവെൻഷൻ നടത്തുന്നത് മാത്രമല്ല, ഈ 2 രൂപയ്ക്കുള്ള ചപ്പാത്തി എന്നുള്ളത് നമ്മുടെ ബ്രാൻഡ് ഐറ്റമാണ്. അത് ഇതുവരെ വില കൂട്ടിയിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എറണാകുളത്തൊക്കെ 2-3 യൂണിറ്റ് ഉണ്ട്. കോട്ടയത്ത് സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതും ഇവിടെ ഇവര് ചെയ്യുമായിരുന്നു. വേറെ ആർക്കെങ്കിലും? ലക്ഷ്മൺ സാർ കേൾക്കാമോ? സംസാരിക്കാൻ പറഞ്ഞോ സാർ. ലക്ഷ്മൺ സാർ പറയും. കേൾക്കാമെന്നറിയില്ല. കേൾക്കാം. സുനിലെ വളരെ ഭംഗിയായിട്ട് വിഷയം അവതരിപ്പിച്ചു. അതില് 60 വയസ്സിന് മുകളിലുള്ളവരെ പറ്റി അവരെന്താ വിളിച്ചു വരുത്തി മൊഴിയെടുക്കരുത് എന്താണ്, അവരുടെ അടുത്തേക്ക് പോലീസ് പോകണം. അത് ആ നിയമം ഇപ്പോഴും പ്രാബല്യത്തിലുണ്ടല്ലോ അല്ലേ? ശരി. പിന്നെ എനിക്ക് പറയാനുള്ളത് മറ്റൊന്ന്, ഒരു എന്താ പറയാ, സാറ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ കാര്യം പറഞ്ഞു. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി, അവരുടെ ആ സർവീസ് ഒന്നുകൂടി മെച്ചപ്പെടുത്താനുണ്ടെന്ന് കോടതിയെ വിമർശിച്ചുകൂടാ, എങ്കിലും ഒരു സാധാരണ പൗരൻ എന്ന നിലയിലും അതിൽ പെട്ടുപോയിട്ടുണ്ട് ഞാനും. അതുകൊണ്ട് അത് എത്രമാത്രം ഇനി ശക്തമാക്കാം എന്ന് ആലോചിക്കാൻ പറ്റുമോ എന്നൊരു, അതായത് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഒന്നുകൂടെ വികസിക്കാനുണ്ട് കാഴ്ചപ്പാടാണ്. കോട്ടയത്തുള്ളത്. അതെ.
അപ്പൊ അവരുടെ സാർ അത് സംവിധാനം എന്ന് പലപ്പോഴും പറയുന്നത് ഈ സാർ സാർ ഞാൻ സൗജന്യ പറഞ്ഞോട്ടെ നിയമസഹായം. പറയൂ സാർ പറയൂ. ഞാൻ പറഞ്ഞോട്ടെ. അപ്പൊ സൗജന്യ നിയമസഹായം എന്നത് പിന്നെ അവര് ഈ മീഡിയേഷൻ അവരുടെ ഒരു ഒരു ഓബ്ജക്റ്റ് മാത്രമാണ്. പല കാര്യങ്ങളിൽ ഒന്നാണ് മീഡിയേഷൻ, അല്ലെങ്കിൽ ഈ ലോക അദാലത്ത് കൂടി കാര്യങ്ങൾ ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യാന്നുള്ളത്. അപ്പൊ മറ്റു പല കാര്യങ്ങളിൽ അവര് ബന്ധപ്പെടുന്നുണ്ട്. ലീഗൽ അവയർനെസ് അവരുടെ ഒരു ഇഷ്യൂ ആണ്. പിന്നെ ഈ സൗജന്യ നിയമസഹായം എന്ന് പറഞ്ഞ വിക്ടിംസിന് കോമ്പൻസേഷൻ കൊടുക്കുക എന്നുള്ളത് അവരുടെ ഒരു റോളാണ്. അതിനുള്ള ഫണ്ട് റേസ് ചെയ്യുന്നത് റൂട്ട് ചെയ്യുന്നതും ഈ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി വഴിയാണ്. പിന്നെ വക്കീലില്ലാത്തവർക്ക്, നമ്മൾ കേസ് വാദിക്കാൻ വക്കീലില്ലാത്തവർക്ക് ഡിഫൻസ് ലോയേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നതും ലീഗൽ സർവീസ് അതോറിറ്റിയാണ്. അപ്പൊ അങ്ങനെ പല മേഖലകളിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. 1987 കേരള ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് പ്രകാരമാണ് ഇവര് പ്രവർത്തിച്ചു വരുന്നത്. സാർ അത് അവിടെയുള്ള ഓഫീസർമാരുടെ പ്രത്യേകതകൾ അനുസരിച്ചായിരിക്കും അതിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നത്. ലീഗൽ സർവീസ് പൂർണ്ണമായി നീതി നടപ്പാകുന്നില്ല എന്നുള്ളൊരു ചില ഓഫീസേഴ്സ് വളരെ എഫക്റ്റീവ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. ചിലവർക്ക് അത് ചില പ്രോബ്ലംസ് അതിൻ്റെ അത് വരാറുണ്ട്. അത് മാറുമെന്ന്. ഓക്കെ, പിന്നെ വേറെ ടോമി സാർ പറയും. ഓക്കെ സാർ, ഞാൻ സംസാരിച്ചോട്ടെ? പറയും. ഓക്കെ സാർ, സാറിന്റെ ക്ലാസ് മുഴുവൻ ശ്രദ്ധിച്ചു. ഒത്തിരി ഇൻഫർമേഷൻസ് ഉൾക്കൊള്ളുന്നതാണ്. പക്ഷെ എനിക്ക് അപൂർവ ചില സംശയങ്ങൾ ചോദിക്കാനുള്ളൂ. നമ്മൾ സാറ് അതിജീവത അല്ലെങ്കിൽ വിക്ടിം എന്നുള്ളതിനെ കുറിച്ച് സാറ് പറഞ്ഞപ്പം അധികം അതൊരു സ്ത്രീ ഫോക്കസ്ഡ് ആണോ, വനിതകൾക്ക് മാത്രം ഫോക്കസ്ഡ് ആണോ എന്ന് എനിക്ക് സംശയം തോന്നി. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപൂർവമാണെങ്കിൽ പോലും, അങ്ങനെയാണെങ്കിൽ പോലും വളരെയധികം ഒറ്റപ്പെട്ട കേസുകളാണെങ്കിലും ധാരാളം പുരുഷന്മാരും ഈ പറഞ്ഞ പോലെയുള്ള ഏതെങ്കിലും രൂപത്തിലുള്ള ചൂഷണത്തിനോ പീഡനങ്ങൾക്കോ ഇടയാകുന്നതായിട്ട് സമൂഹത്തിൽ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യം അതിജീവിത അല്ലെങ്കിൽ വിക്ടിം എന്നുള്ളതിൽ സ്ത്രീകളെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, അല്ലെങ്കിൽ സ്ത്രീകളെയും കുട്ടികളെയും മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്നുള്ളതിനെ കുറിച്ചൊന്ന് വിശദീകരിച്ചാൽ തന്നായിരുന്നു. ഈ അതിജീവത എന്ന് പറയുന്നത് ഈ സ്ത്രീകള്, കൂടുതലും സ്ത്രീകളെ ഉദ്ദേശിച്ചാണ്. പിന്നെ ഈ സർവൈവർ എന്നുള്ള ഒരു വാക്ക് ഇംഗ്ലീഷിൽ നമ്മൾ പ്രയോഗിക്കുന്നുണ്ട്. അത് ജനറലായിട്ട് നമ്മൾ വിക്ടിംസിന്റെ ഇത് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഈ പോസ്കോ കേസിൽ വരുന്നത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അത് മെയിലും ഫീമെയിലും ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ പരിഗണിക്കുന്നുണ്ട്. പക്ഷേ ഈ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനങ്ങളിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ഇങ്ങനെ എന്തെങ്കിലും വളരെ ക്രൂരമായ പ്രവർത്തികൾ തന്നെ പലരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവലുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതിന് കോടതികളിൽ നിന്ന് നീതി ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-5 വർഷം കഴിഞ്ഞാലും നീതി ലഭിക്കാത്തൊരു സാഹചര്യം ഇപ്പോഴുണ്ട്. അതുപോലെ നാട്ടിലെ നിയമ സംവിധാനങ്ങളും എല്ലാ ഇതും സ്ത്രീകൾക്ക് മാത്രം അനുകൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് സാധാരണഗതിയിൽ പുരുഷന്മാര് ആ ഒരു അവസ്ഥയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയിൽ എത്തിപ്പെടുന്നതായിട്ട് പലരുടെ അനുഭവങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. കൊടുത്ത് സാറിനെന്തെങ്കിലും? അല്ല, ഈ ഒരു കേസിലും സ്ത്രീകൾക്ക് മാത്രമായിട്ട് പ്രത്യേക നിയമ സംവിധാനം ഒന്നും പറയുന്നില്ലല്ലോ. അപ്പൊ എല്ലാത്തിലും ഉള്ളത് IPC CRPC നിയമം നടപ്പിലാക്കുക തന്നെയാണ്. പ്രത്യേകിച്ച് ഈ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെട്ട കേസുകളിൽ സ്പീഡി ജസ്റ്റിസ് വേണമെന്നുള്ളത് ഒരു പൊതുവായ ന്യായം എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള കേസുകൾക്കാണ് ഇപ്പം പോസ്കോ കോടതിയെ അല്ലെങ്കിൽ റേപ്പ് കേസുകൾക്ക് ഇൻ ക്യാമറ പ്രൊസീഡിങ്സും ഒക്കെ നടപ്പിലാക്കുന്നത്. അത് സ്വകാര്യത, സ്ത്രീകളുടെയും കുട്ടികളുടെയൊക്കെ സ്വകാര്യത, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഉൾപ്പെടുന്ന കേസുകൾ പ്രൈവസി സംരക്ഷണം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പറയുന്നത് പ്രകാരം നടപടി സ്വീകരിക്കുന്നതാണ്. അതിനെ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ സർ. ഓക്കെ, ലീന, അന്നമ്മ മാം, ലീന മാം, ശോഭന മാം ഒക്കെ ഒന്ന് പറയൂ. സംസാരിക്കാൻ വേണ്ടി. വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. ശ്രദ്ധാപൂർവം കേട്ടു. ഇനിയും ഇങ്ങനെയുള്ള സെഷൻസ് സാറിൽ നിന്നുണ്ടാവട്ടെ. വീണ്ടും വീണ്ടും കൂടുതൽ സെഷൻസ് കേൾക്കാൻ നമുക്ക് അവസരം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്നായിരുന്നു, കാരണം ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി.
അതിജീവനത്തെയും അതിജീവിതയെയും. താങ്ക് യു സർ. നന്മ മാം, സുൽ- ശോഭന മാം. സുനിൽ സാർ ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോ. പലപ്പോഴും നമ്മുടെ പല ആളുകൾക്ക് നമുക്ക് ഇപ്പം ഒരാൾക്ക് സാമ്പത്തികമായിട്ട് ഒരു സൗകര്യം ഇല്ലെങ്കിൽ നല്ല അഡ്വക്കേറ്റിനെ കിട്ടത്തില്ലല്ലോ. ചിലപ്പോൾ അവർ റെസ്പോണ്ടന്റ് ആയിരിക്കും. നല്ല അഡ്വക്കേറ്റ് കിട്ടുമ്പോൾ നമ്മൾ ലീഗൽ, മുമ്പ് ലക്ഷ്മൺ സാർ പറഞ്ഞ ലീഗൽ ഏജൻസി അല്ലെങ്കിൽ ലീഗൽ ആയിട്ട് അവർ ചെയ്യുന്ന, അവര് കറക്റ്റ് ആയിട്ട് ഇവർക്ക് നീതി ലഭിക്കത്തക്കവണ്ണം അവർക്ക് വേണ്ടി വാദിക്കുവോ? ഉദാഹരണത്തിന് എന്റെ ഒരു നെയ്ബർ ഒരു ചെറിയ പ്രശ്നത്തിൽ പെട്ടുപോയി. അയാൾക്ക് പൈസ ഇല്ലായിരുന്നു. അപ്പൊ അയാൾ സമേത അയാള് കേസ് തോറ്റുപോയി, ഇപ്പൊ ജയിലിൽ കിടക്കുകയാണ്. ഞങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ട് പോലും അയാളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ ഒരു ലീഗൽ എയ്ഡ് സെയിലിന്റെ ഭാഗമായിട്ടുള്ള വക്കീൽ ഒന്നും പറയാതിരുന്നതുകൊണ്ട് അയാൾക്ക് പ്രോപ്പറായിട്ട് നീതി ലഭിച്ചില്ല. അപ്പോൾ അയാൾ ജയിലിൽ കിടക്കുകയാണ്. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി, അതെ, ഈ ലീഗൽ സർവീസ് അതോറിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഈ വക്കീലന്മാരാണ്. അപ്പൊ അവർക്ക് അറിയാമല്ലോ, അവർക്ക് ഒരു 10-30 രൂപയൊക്കെ മാസ സാലറിയിൽ ഇങ്ങനെ ശമ്പളം കൊടുത്ത് വയ്ക്കുന്നതാണ്. അവര് സാധാരണ അഡ്വക്കേറ്റ്സിൽ ജൂനിയർമാരായിരിക്കും ഇതിന് അപ്പിയർ ചെയ്യുന്നത്. സീനിയേഴ്സ് സാധാരണ ലീഗൽ സർവീസിന്റെ ഇതിന് ഈ ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യാറില്ല. ഇത് പല പ്രാവശ്യം പല വേദിയിലും ഉന്നയിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇതുവരെ അതിനുള്ളൊരു സൊല്യൂഷൻ ആയിട്ടില്ല. അതിന് ചെയ്യാൻ പറ്റുന്നത് ഈ സീനിയർ വക്കീലന്മാർക്ക് ബാർ കൗൺസിലോ ആരെങ്കിലും ഇടപെട്ട് ഒരു നിശ്ചിത ശതമാനം കേസുകൾ, ഇങ്ങനെയുള്ള പാവപ്പെട്ടവരുടെ കേസുകൾ കൂടി അവര് ഫ്രീ ആയിട്ട് വാദിക്കുന്ന ഒരു സംവിധാനം വന്നാൽ മാത്രമേ അതുകൊണ്ട് എന്തെങ്കിലും മാറ്റം വരാൻ സാധ്യതയുള്ളൂ. ഓക്കെ സാറേ. സാറേ പിന്നെ ഒരു സാർ അൺമ്യൂട്ട് ചെയ്യും. സാർ അൺമ്യൂട്ട് ചെയ്യും. ഇത് തിരുവനന്തപുരത്ത് ഫ്രീഡം ഷർട്ടാണ്. തിരുവനന്തപുരം പൂജപ്പുരയിൽ ഉണ്ടാക്കിയ 2 ഷർട്ടാണ്. ഇത് ഉണ്ട് ലുങ്കി. ഇത് നല്ല കട്ടിയുള്ള കോട്ടൺ ഷീറ്റ് ആണ്. പിന്നെ ഇത് വേറെ ഷീറ്റാണ്. ഇത് തൃശ്ശൂർകാരുടെയാണ്, വിയ്യൂർ ജയിലിൽ നിന്നുള്ളതാണ്. ഇത് കോട്ടയം, ഇത് പൂജപ്പുര. ഇത് 2 ഫ്രീഡം ഷർട്ടാണ്. അങ്ങനെ നല്ല ബെസ്റ്റ് പ്രൊഡക്ട്സ് പരസ്യം ചെയ്യാത്തതുകൊണ്ട് നല്ല ബെസ്റ്റ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, വേറെ ആർക്കെങ്കിലും? രമാവതി മാം അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. യെസ്, യുവർ സർ. താങ്ക് യു സർ. നല്ല ക്ലാസ് ആണ് സാറേ. ഒരു മിനിറ്റ്, സോറി. നല്ല ക്ലാസ് ആയിരുന്നു, ഞാൻ കേട്ടു. ഇപ്പം സാധാരണഗതിയില് ഇങ്ങനെയുള്ള നിയമങ്ങള് എന്റെ ചെറിയൊരു അഭിപ്രായം സാറേ, ഇങ്ങനെ പോക്സോ നിയമങ്ങൾ ഉണ്ടായിട്ട് ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് ചെറിയ രീതിയിൽ പുരുഷന്മാരെ ദ്രോഹിക്കുന്ന തരത്തിലായി പോകുന്നില്ലേ എന്നുള്ള ഒരു സംശയം എനിക്ക് ഇല്ലാതില്ല. കാരണം നമ്മുടെ കുടുംബത്തിൽ തന്നെ അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായി, അതുകൊണ്ടാണ്. അപ്പം അതിന് എന്താ പറയുക, സംരക്ഷണം പുരുഷന്മാർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. കാരണം സ്ത്രീകൾ എന്ത് പറഞ്ഞാലും, സോറി ഞാനൊരു സ്ത്രീയാണ്, പക്ഷെ ഞാനിങ്ങനെ പറയാൻ കാരണം, സ്ത്രീകൾ എന്ത് പറഞ്ഞാലും അത് അവർക്ക് അനുകൂലമായിട്ടാണ് വക്കീലന്മാർ വാദിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ശിക്ഷ എന്ന് പറഞ്ഞാല് പത്രത്തിലെല്ലാം കാണാം, 65 വയസ്സുള്ളവർക്ക് 100 വർഷം ശിക്ഷ എന്നൊക്കെ കാണാം നമ്മള്. അപ്പം അതൊന്ന്. പിന്നെ ഈ കുട്ടികളുടെ കാര്യത്തില്, കുട്ടികളെ തീർച്ചയായിട്ടും ചില പുരുഷന്മാരങ്ങനെ ദ്രോഹിക്കുന്നുണ്ട് ചെറിയ രീതിയിൽ. അപ്പൊ അങ്ങനെ ദ്രോഹിച്ചിട്ടാകുമ്പം വീടുകളിലുള്ള ഒരു പ്രവണത എന്ന് പറഞ്ഞാല് ഇങ്ങനെയുള്ള കാര്യങ്ങള് ആരും അറിയണ്ട, മോക്ക് ഭാവിയില് അത് ബാധിക്കുന്നുള്ള പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് ശരിയായ രീതിയിൽ ആ ശിക്ഷ അവർക്ക് കിട്ടാത്ത രീതിയിലും ആയിപ്പോകുന്നു. കാരണം അത് ആ സമയത്ത് തന്നെ ഇടപെട്ടിട്ട് ഫോറൻസിക്കുകാരെല്ലാം വന്നിട്ട് തെളിവെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അത് സംഭവിക്കും. പക്ഷെ അവിടെ ഒരു പോരായ്മ ഉണ്ട്. കാരണം കുടുംബത്തിലെല്ലാരും അറിഞ്ഞാല് അതേ കണ്ണുകൊണ്ട് തന്നെ ഇവളെ നോക്കിക്കാണും, സമൂഹം അതേപോലെ നോക്കിക്കാണും, ഭാവി പ്രശ്നമാവും എന്നുള്ള രീതിയിൽ. ഏതായാലും നല്ല ക്ലാസ് ആയിരുന്നു സാറേ. താങ്ക് യു. താങ്ക് യു. മാഡം പറഞ്ഞ കാര്യങ്ങള് ശരിയാണ്. ചിലരെങ്കിലും ഇത് മുതലെടുപ്പ് നടത്തുന്നുണ്ട്. അപ്പൊ എനിക്ക് തന്നെ ചില കാര്യങ്ങൾ, ചില ആൾക്കാരെ പരിചയമുണ്ട്. അവര് പൈസ അഡ്വാൻസ് ചെയ്യുന്നു, എന്നിട്ട് പൈസ
തിരിച്ചു ചോദിക്കാൻ പോകുമ്പോൾ കൊച്ചുകുട്ടികളെ ഉപദ്രവിച്ചു എന്നും പറഞ്ഞിട്ട് കേസെടുക്കുന്ന അതിൽ ശിക്ഷ അനുഭവിച്ച് കിടക്കുന്ന ആൾക്കാരെയൊക്കെ എനിക്ക് അറിയാം. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്, കേസുകൾ വരുന്നുണ്ട്. എന്നിരുന്നാലും ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നുള്ളതാണ് പൊതുവെയുള്ള അഭിപ്രായം. തീർച്ചയായിട്ടും ചില കാര്യങ്ങളിൽ ഈ സ്ത്രീകളും കുട്ടികളും എന്നുള്ളത് ഈ വൾണറബിൾ ഗ്രൂപ്പ്സിൽ പെടുന്നത് കൊണ്ട് അതിന് ഉള്ള ഒരു ആനുകൂല്യം ഇപ്പൊ പുരുഷന്മാർ ഉൾപ്പെട്ടിട്ടുള്ള കേസുകളിൽ അല്ലെങ്കിൽ കേസ് വാദിച്ച് വിജയിച്ച് എടുക്കുന്നതിനും ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് അടുത്ത കാലങ്ങളിൽ പോസ്കോ കേസിൽ ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ട് പണിഷ്മെന്റ് ആണ്. ഏകദേശം 65-70 വർഷം 100 വർഷമൊക്കെ ഡബിൾ ലൈഫൊക്കെ കൊടുക്കുന്നുണ്ട്. അത് നിയമത്തിന്റെ ഒരു ഇത് കൂടിയാണ്. അതിലൊക്കെ മിനിമം സെന്റൻസ് 7-10 ഇങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ടാണ്. ഓക്കെ, ജോർജ് സാർ. താങ്ക് യു സർ. സാറേ, സുനിൽ സാറ്, ജോസഫ് സാറ്, വളരെ സന്തോഷം. നല്ല ഇൻഫർമേഷൻ, കുറെ കാര്യങ്ങൾ ചിന്തിക്കാനും പ്രേരിപ്പിച്ചു, കുറെ കാര്യങ്ങൾ അറിയാനും സഹായിച്ചു. സമൂഹത്തില് പുരോഗതി ഉള്ള സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോ പൗരന്റെയും ചുമതലയാണ് ഇങ്ങനെ ഇരയാകുന്നവർക്ക്, പീഡനത്തിന് ഇരയാകുന്നവർക്കുള്ള നഷ്ടപരിഹാരം നേടിക്കൊടുക്കാൻ അവരെ സഹായിക്കുക, ഒരു വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ള വിധത്തിൽ ഉള്ള കുറെ കാര്യങ്ങൾ, കുറെ ടിപ്സ് തന്നെ കിട്ടി. അതിന് CRPC കുറെ വകുപ്പുകളൊക്കെ സാറ് പറഞ്ഞു, വളരെ നന്നായി. ഒടുക്കം അതിനേക്കാൾ മറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതാണ് ഒടുക്കം സംസാരിച്ച വിഷയങ്ങൾ. അതായത് നിരപരാധികളെ ഉപദ്രവിക്കുന്ന വിധത്തിൽ നമ്മുടെ നീതിന്യായ സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുന്ന അധികാരികളും ഉദ്യോഗസ്ഥ മേധാവികളും ഒക്കെ ഉണ്ട്. കുറച്ച് പൈസ ഉള്ളതെന്ന് വിചാരിച്ചാൽ ആരെ വേണേലും വിലക്കെടുത്തിട്ട് ഏത് വകുപ്പും ചേർത്താം. അതിന് പറ്റിയ വക്കീലിനെ കണ്ടെത്തി കഴിഞ്ഞാൽ കാര്യം സുലഭം, എളുപ്പമായി. വൈരാഗ്യം ആയുഷ്കാലവും പുറത്തിറങ്ങില്ല. എത്രയോ പേരെ അങ്ങനെ ചെയ്തിരിക്കുന്നു, എത്രയോ പേരുടെ കഥകൾ ഇങ്ങനെ കേൾക്കാനിട വന്നിരിക്കുന്നു. അതുമില്ല, ക്രൂരമായ സത്യമാണ് കാര്യം. നമ്മൾ നിയമത്തിലൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, 1000 കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാതിരിക്കണം എന്ന് പറയുന്ന നമ്മുടെ ആ നീതിന്യായ വ്യവസ്ഥയെ അത്ര ആദരവോടുകൂടിയാണ് കാണുന്നത്. പക്ഷെ ഇതിനകത്തുള്ള ആ ഒരു ഒരു റിമാർക്ക് എന്നെനിക്ക് എങ്ങനെയൊക്കെ വിശേഷിപ്പിക്കണമെന്ന് ചിലപ്പോൾ തോന്നിപ്പോകുന്നില്ല, വ്യക്തമാകുന്നില്ല. അതൊരു ഒരു 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 കരി അടയാളം പോലെ തോന്നുന്നു. എന്തായാലും അത് ശരിയല്ല. ആ ഒരു പുള്ളിക്കുത്ത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവരെ തന്നെ വിചാരിച്ചാലേ അതൊക്കെ നടക്കുള്ളൂ. ഈ ദുരുപയോഗം ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. അതുവഴി എന്താണ്, അതുപോലെ ചില കേസുകളൊക്കെ താല്പര്യമുണ്ടെങ്കിൽ, ഈ വേണ്ടപ്പെട്ടവർക്കൊക്കെ താല്പര്യമുണ്ടെങ്കിൽ എത്ര കാലം വേണേലും, ഒരു തലമുറയുടെ കാലത്ത് ആ കേസൊന്നും തീരൂല. പിന്നെ എന്തിനാ ഈ കേസ്? എന്തിനാ ഇത്രയും സമയവും ഊർജവും അതിൻ്റെ രാജ്യത്തിൻ്റെ സമ്പത്തും ഒക്കെ നഷ്ടപ്പെടുത്തുന്നത്? അതൊക്കെ വാസ്തവത്തിൽ ഈ നിയമ സംവിധാനത്തെ പല്ലിളിച്ച് കാണിക്കുന്നതല്ലേ, പരിഹസിക്കുന്നതിന് തുല്യമല്ലേ? എത്ര ദയനീയമാണ് ഇത് കണ്ട് ഞെളിഞ്ഞു നടക്കാൻ ഈ മേൽത്തട്ടുകളിൽ ഇരിക്കുന്നവർക്കൊക്കെ കഴിയുന്നത് എന്നൊക്കെ ഇതെനിക്ക് പെട്ടെന്ന് തോന്നിപ്പോയതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും നന്നായി. അതുപോലെ U3യെ ഒത്തിരി പരിചയപ്പെടുത്തി ജോസഫ് സാറും പറഞ്ഞു. നന്ദി സാറേ, വളരെ സന്തോഷം. U3യുടെ പ്രവർത്തനങ്ങളിൽ എറണാകുളം ജില്ലയിൽ ഭാരവാഹിയാകാൻ പലവട്ടം, അതിൻ്റെ അംഗത്വം അറിയാൻ കൂടാൻ പലവട്ടം അതിൻ്റെ പല മീറ്റിങ്ങുകൾക്കും ക്ഷണിച്ചു. ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല. പോകണം, സഹകരിക്കണം എന്നൊക്കെ ഇപ്പോഴും ആഗ്രഹമുണ്ട്. അതൊന്നുകൂടെ കൂടി വളരെ സന്തോഷത്തോടെ നിർത്തുന്നു. ഒത്തിരി താങ്ക്സ് സാർ, ഒത്തിരി താങ്ക്സ്. ഓക്കെ, ഗോകുമാർ സാർ വല്ലതും പറയുന്നോ? നമസ്കാരം. എല്ലാവർക്കും അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും സാറ് പറയുകയുണ്ടായി. അതിൽ കുറേയൊക്കെ കാര്യങ്ങൾ എനിക്ക് അറിയാൻ വയ്യാത്തതും അറിയാൻ സാധിച്ചു. നല്ല കാര്യമായിരുന്നു. പിന്നെ ഇന്ന് ചില ദോഷവശങ്ങളെ കൊണ്ട് ഇപ്പോൾ ജോർജ് സാർ സംസാരിച്ച് ഞാൻ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. നല്ല കാര്യം. നന്ദി, നമസ്കാരം. നല്ല ക്ലാസ്. ജോർജ് സാർ. നമസ്കാരം സാർ. സുനിൽ സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. ഞാനൊരു 4-5 വർഷത്തോളം വോളണ്ടിയറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്.
ആലപ്പുഴയില്. ആ കാലയളവില് ഞങ്ങൾ കൂടുതലായിട്ട് സ്കൂളുകളിൽ കുറെ ക്ലാസ്സുകൾ എടുക്കലായിരുന്നു ആ കാലയളവ്. വെള്ളപ്പൊക്കത്തിന്റെ കാലഘട്ടവും അതിനെ തുടർന്ന് വന്ന സമയമാണ്. പിന്നെ കോവിഡിന് തൊട്ട് മുമ്പ് വെച്ച് തന്നെ പ്രവർത്തനങ്ങളൊക്കെ ഏകദേശം നിലച്ചു കഴിഞ്ഞിരുന്നു. പിന്നെ സെക്രട്ടറിയും സ്ഥലം മാറി. സോഫി മാഡമായിരുന്നു അന്ന് പ്രസിഡന്റ് ആയിരുന്നത്. പിന്നീട് ഇടയ്ക്ക് പഞ്ചാബ് ഹർഷൻ സാർ വന്നു. ഏറെക്കുറെ ഏതായാലും ഈ ഒരു സംവിധാനം ഉള്ളത് കുറച്ചു പേരുടെ ഇടയിലേക്ക് ഒരു ആത്മവിശ്വാസം പകരാനായിട്ട് ഉപകാരപ്പെടുന്നു എന്നുള്ള കാര്യത്തിന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ജോർജ് സാറും നമ്മുടെ മാഡമൊക്കെ ആശങ്കപ്പെട്ടതുപോലെയുള്ള വലിയ പ്രശ്നമൊന്നും ഈ DLSA വഴിയോ അല്ലെങ്കിൽ ഈ ലീഗൽ സർവീസ് വഴി അത്രയൊന്നും ഉണ്ടാകുന്നില്ല. അതൊക്കെ വലിയ കാശുള്ള ആളുകൾ, കാശുള്ള വക്കീലന്മാരെ പിടിച്ച് ഒക്കെ ആയിരിക്കാം ഒരുപക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും നടക്കുന്നത്. ഇതിലൂടെ അത് അത്രയൊന്നും നടക്കുന്നില്ല. കുറെ പേർക്കൊന്നും വിശ്വാസമില്ല. കാരണം ഈ കാശ് കൊടുക്കാതെ വെക്കുന്ന വക്കീലാണല്ലോ, ഞങ്ങൾക്ക് കാര്യമായ ഗുണമൊന്നും ചെയ്യത്തില്ല. പിന്നെ ജൂനിയർ വക്കീലന്മാരാണ്. അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും അത് വിശ്വാസമില്ല നമ്മൾ പറഞ്ഞാൽ. പിന്നെ വളരെയധികം നടക്കുന്ന ഒരു മീഡിയേഷൻ മാത്രമാണ്. മീഡിയേഷനാണ് കാര്യമായി നടക്കുന്നത്. കുടുംബ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അതിർത്തി തർക്കങ്ങളോ ഏതെങ്കിലുമൊക്കെ ഒരു അർത്ഥമില്ല. അത് രണ്ടു കൂട്ടരും വില്ലിങ് ആയാൽ മാത്രമാണ്. ഇതിന് ഒരുപാട് പഴുതുകളുണ്ട്. പല ആളുകളും അത് അറിയാവുന്ന ആളുകൾ അത് വളരെ തന്ത്രപൂർവ്വം വിനിയോഗിക്കും. കാരണം ഇതിന് ഈ ജുഡീഷ്യൽ രംഗത്തെ ആളുകളാണ് ഇതിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ പോലും ഒന്നും ശിക്ഷിക്കാനൊന്നും പറ്റുകയൊന്നുമില്ല. ഇവര് സമ്മതിക്കുന്നില്ലെങ്കിൽ, അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ ആ കാലയളവിൽ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഇത് അറിയാവുന്ന ആളുകളെ വലിയ വിലയൊന്നും കൽപ്പിക്കുകയും ഇല്ല ഈ പ്രതികളായിട്ട് വരുന്ന ആളുകൾ. പിന്നീട് ഞാനും അത് നിർത്തി. നമ്മള് അധ്വാനിക്കുന്നത് പോലെയും കഷ്ടപ്പെടുന്നത് പോലെയുമുള്ള വലിയ ഗുണമൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു ഫീലിംഗും കൂടി ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആരോഗ്യ പ്രശ്നം വന്നപ്പോൾ യാത്ര ചെയ്യാൻ മേലാത്ത സ്ഥിതിയും ഒക്കെ വന്നു. ഏതായാലും എല്ലാം കൂടെ അത് നിർത്തുന്നതിന് ഗുണകരമായി തീരുകയും ചെയ്തു. ഇപ്പോൾ നിലവിലുണ്ട്. ഈ താലൂക്ക് തലത്തിലും നടക്കുന്നുണ്ട്, ജില്ലാ തലത്തിലും ഉണ്ട്, എല്ലാ തലത്തിലും നടക്കുന്നുണ്ട്. ഏതായാലും കൊള്ളാം. പണമില്ലാത്തവർക്കും നിയമസഹായം ലഭിക്കും, പരിരക്ഷയുണ്ട് എന്നൊരു ബോധം സമൂഹ മധ്യത്തിൽ കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എനിക്ക് ബോധ്യപ്പെട്ട കാര്യം. വലിയ തോതിലുള്ള കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിൽ പോലും ചെറിയ തോതിലുള്ള ചില ഗുണങ്ങളൊക്കെ ഇതിലൂടെ ലഭിക്കും എന്നുള്ളതിന് സന്തോഷമുണ്ട്. ഓക്കെ സാർ. ഓക്കെ സാർ, താങ്ക് യു. അനുവിത എങ്ങനെ പറയുന്നു? ഇല്ലെങ്കിൽ ലക്ഷ്മൺ സാറ് ഒരു നന്ദി പറഞ്ഞു നിർത്തും. അനുവിത പറയും. ഒരു സെക്കൻഡ് സാർ. അനുവിത. ക്ലാസ് വളരെ ഉപകാരപ്രദമായ ക്ലാസ്സായി. കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ ശാരീരികമായ പീഡനത്തിന് മാത്രമേ അനുഭവിച്ച ആൾക്ക് മാത്രമേ ഇര എന്ന് പറയുള്ളൂ, മാനസിക പീഡനം നിരന്തരമായ മാനസിക പീഡനം അനുഭവിക്കുന്ന വ്യക്തിയെ ഇര എന്ന് വിളിക്കുമോ? അല്ല, ഇര എന്ന് പറയുന്നത് ഇതെല്ലാമാണ്. ശാരീരികവും മാനസികവും സാമൂഹികമായും എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഡെഫിനേഷനിൽ അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ സാർ, ഓക്കെ. താങ്ക് യു സാർ. വളരെ നല്ല സെഷൻ ആയിരുന്നു സാർ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. താങ്ക് യു സാർ. താങ്ക് യു. അപ്പോൾ ലക്ഷ്മൺ സാർ ഒരു നന്ദി പറഞ്ഞു. നമ്മളെ ഉദ്ദേശിച്ച പോലെ തന്നെ വളരെ സക്സസ്ഫുൾ ആയത് 26 പേരോളം അതിലേറെ ഉണ്ടോന്ന് സംശയം പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എല്ലാവർക്കും സംസാരിക്കാനുള്ള അവസരം ഉണ്ടായി. പിന്നെ സുനിൽ വളരെ ഭംഗിയായി നിയമസഹായവും നിയമവും നമുക്ക് പറഞ്ഞു തന്നു, മനസ്സിലാകുന്ന രീതിയിൽ തന്നെ. അതിലെ സംശയങ്ങൾ മുഴുവൻ തീർത്തു. ഒരു പരിധിവരെ ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ അതെല്ലാം വളരെ ഭംഗിയായി ആദ്യത്തെ സെഷൻ നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അതിൽ പങ്കെടുത്ത എല്ലാവർക്കും, സുനിലിന് പ്രത്യേകിച്ചും, പിന്നെ സാബു സാറും, പിന്നെ നമ്മുടെ മാങ്ങാനം യൂണിറ്റിലെ ടീം അംഗങ്ങൾക്കും, കോട്ടയത്തെ
കോരുള്ള സാറും എല്ലാവരുടെയും ലീനയ്ക്കും എല്ലാം പ്രത്യേകം നന്ദി. ഇതുപോലുള്ള സെഷനുകൾ ഇനിയും ഉണ്ടാവട്ടെ. ഭാവിയിലും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. അത്രയേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു സാർ. എല്ലാവർക്കും വളരെയേറെ സന്തോഷം. യുത്രിയുടെ യൂണിവേഴ്സിറ്റി ഓഫ് തേർഡ് ഏജ് നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. മാൽമ യൂണിവേഴ്സിറ്റിയുടെ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷന്റെ ഭാഗമായി റിട്ടയർ ഹാൻഡ്സിന് കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം അല്ലെങ്കിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതകൾ അനേകം റിസോഴ്സ് ഉള്ളവരാണ് ഈ പ്രായമുള്ളവരെല്ലാം. അവരുടെ റിസോഴ്സ് ഏതൊക്കെ തലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റും, പ്രത്യേകിച്ച് കുട്ടികൾക്ക് അതൊക്കെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നുള്ള പലതരത്തിലുള്ള ഒരു ചിന്തകളിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ജോസഫ് സാർ പറഞ്ഞത് ഒരു ബ്രിഡ്ജിങ് പ്രോഗ്രാമായിട്ട് പ്രായമുള്ളവരെയും അതുപോലെ തന്നെ കുട്ടികളെയും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ഒരു കരിയർ ഗൈഡ്, ഒരു എക്സ്പീരിയൻഷ്യൽ കരിയർ ഗൈഡൻസ് എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് നമ്മളിങ്ങനെ ചിന്തിച്ചു വരികയാണ്. പറ്റുമെങ്കിൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും അതൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കോട്ടയത്ത് അടുത്ത മാസത്തേക്ക് അങ്ങനെ പ്ലാൻ ചെയ്യുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ യുത്രിയുടെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തതാണ്. ഈ പ്രോഗ്രാം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ക്ലാസ്സുകൾ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക. യുത്രിയുടെ ബേസിക് യുത്രിയുടെ ലേബലിൽ നമുക്കത് ചെയ്യാം. അതല്ലാതെ നമ്മുടെ ഡെയിലി ക്ലാസ്സുകളുണ്ട്. എങ്കിലും ഒരാഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു ദിവസമൊക്കെ ആയിട്ട് ഒരു യുത്രിയെ പ്രോഗ്രാം നമുക്ക് തുടർച്ചയായി കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാം. അപ്പൊ ഇന്നത്തെ ദിവസം നമുക്ക് വേണ്ടി വളരെ കൃത്യമായ റിസോഴ്സുകൾ തന്ന സുനിൽകുമാർ സാറിന് നന്ദി സ്നേഹം അറിയിക്കുകയാണ്. സുനിൽകുമാർ, താങ്ക് യു സർ വൺസ് അഗെയിൻ. നാളെ ദിവസം നമുക്ക് കഥയിലും ഉണ്ടൊരു കാര്യം എന്നുള്ള ഒരു സെഷനാണ്. സാബു സാർ പറയുന്നത് കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല? എനിക്ക് കേൾക്കാലോ. അപ്പൊ ഫൈനൽ സുനിൽകുമാർ സാറിന്റെ വാക്കുകൂടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സുനിൽകുമാർ സാർ ഒന്ന് പറയും. അല്ല, തീർച്ചയായിട്ടും ഞാനിത് ഇങ്ങനെ പല പ്രാവശ്യം ഈ മാറ്റിനി ഫ്രീ വെബിനാറൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊരു പാർട്ടിസിപ്പേഷന് ഒരു അവസരം തന്ന സാബു സാറിന് നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് കുമാരലൂർ യൂത്ത് നമ്മൾ 2-3 പ്രോഗ്രാം ഞാൻ ജെയിംസ് സാറുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു കാര്യമാണ്. നമ്മളെ യൂത്ത് കോട്ടയം വീണ്ടും ആൾക്കാരുടെ ഒരു മുമ്പിലൊരു സാന്നിധ്യമായി അവതരിപ്പിച്ചതിന് ഈ യൂത്ത് കോട്ടയം യൂണിറ്റിന്റെ ഒറിജിനൽ യൂണിറ്റിന് എല്ലാവിധ നന്ദിയും ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, അപ്പോൾ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. സി യു. നാളെ നമുക്ക് വീണ്ടും കാണാം 7 മണിക്ക്. അതുവരെ ഗുഡ് നൈറ്റ്.